നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു ചിത്രശലഭ സങ്കേതം നിലവിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു ചിത്രശലഭ സങ്കേതം നിലവിൽ വന്നിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആറളം വന്യജീവി സങ്കേതത്തിലാണ്. എവിടെയാണ്? ആറളം വന്യജീവി സങ്കേതത്തിലാണ്. അപ്പൊ നമ്മുടെ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചോദ്യം തന്നെയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എവിടെയാണ്? ആറളം വന്യജീവി സങ്കേതത്തിലാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഈ അടുത്ത് 5000 വർഷം മുൻപുള്ള ഒരു ജനവാസ കേന്ദ്രം കണ്ടെത്തി. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അത് കണ്ടെത്തിയത് നമ്മുടെ ഗുജറാത്തിലെ കച്ചിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഈ അടുത്ത് 5000 വർഷം മുൻപുള്ള ഒരു ജനവാസ കേന്ദ്രം കണ്ടെത്തിയിരിക്കുകയാണ്. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഗുജറാത്തിലെ കച്ചിലാണ് കണ്ടെത്തിയത്. അപ്പൊ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് 5000 വർഷം പഴക്കമുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് ഇന്ത്യയിൽ എവിടെയാണ്? ഗുജറാത്തിലെ കച്ചാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് ബ്ലെയ്സ് മെട്രാവലി എന്ന് പറയുന്ന ഒരു പേരാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ബ്ലെയ്സ് മെട്രാവലി. ഈ ബ്ലെയ്സ് മെട്രാവലി ഈ അടുത്ത് വാർത്തയിലൊക്കെ ഇടം പിടിച്ചത് നമ്മുടെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയാണ് സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയാണ് സീക്രട്ട് ഇന്റലിജൻസ് സർവീസ്. ആ ഒരു ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിതയാണ് ബ്ലെയ്സ് മെട്രാവലി. അപ്പൊ അതിന്റെ നേതൃത്വത്തിലേക്ക് എത്തുന്ന ആദ്യ വനിതയാണ് ആര്? ബ്ലെയ്സ് മെട്രാവലി എന്ന പേര് ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രാവലി എന്ന പേര് ഓർത്തിരിക്കണം. ഈ അടുത്തത് നമ്മുടെ ടെസ്ല ഉണ്ടല്ലോ, ഇലോൺ മസ്കിന്റെ ടെസ്ല, അതിന്റെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തിയ ഒരു ഇന്ത്യക്കാരനാണ് അശോക് എള്ളുസ്വാമി. അപ്പൊ ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തിയ ഇന്ത്യക്കാരൻ അശോക് എള്ളുസ്വാമി. ഇത് നമ്മുടെ മാലാദ്വീപ് ഉണ്ട്, മാലാദ്വീപ് ടൂറിസം ഉണ്ട്. മാലാദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് ഒരു ബോളിവുഡ് നടി എത്തിയിരിക്കുകയാണ്. അവരുടെ പേരാണ് കത്രീന കൈഫ്. അപ്പൊ കത്രീന കൈഫാണ് മാലാദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മാലാദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബോളിവുഡ് നടി ആരെന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കത്രീന കൈഫാണ്. ആരാണ്? കത്രീന കൈഫാണ്. ഇനി അടുത്തത് നമ്മുടെ G7 സബ്മിറ്റ് ഉണ്ട്. അത് 2025 നടന്നത് കാനഡയിൽ വെച്ചിട്ടാണ്. ഇവിടെ ഒരു പേര് പരിചയപ്പെടുന്നു, ജി ബൈജു എഫ് സി. ജി ബൈജു എഫ് സിയും ഈ G7 എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ, ഈ G7 എന്താ? 7 രാജ്യങ്ങൾ ഇതിലുണ്ട്. ആ 7 രാജ്യങ്ങൾ പങ്കെടുത്ത 2025 G7 നടന്നത് കാനഡയിലാണ്. അത് നമ്മുടെ ഇന്ത്യയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യ ഒരു ഈ ഒരു G7 സബ്മിറ്റില് അതിൽ ഒരു അതിഥി രാജ്യമൊക്കെ ആയിട്ട്, അങ്ങനെ ക്ഷണിതാവൊക്കെ ആയിട്ട് ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു സമയത്താണ് ഈ പറയുന്ന ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നത്. അപ്പൊ അതിനിടയിലൂടെയാണ് ഇത് നടക്കുന്നത്. ഈ സമ്മേളനത്തിനിടയിൽ വെച്ച് ട്രംപ് നേരത്തെ പോയി എന്നൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാം. അപ്പൊ G7 എന്ന് പറയുന്ന ഇതിന്റെ സബ്മിറ്റ് നടന്നത് കാനഡയിലാണ്. അപ്പൊ എന്താണ് ഈ ജി ബൈജു എഫ് സി എന്ന് പറയുമ്പോൾ ഇതിലെ രാജ്യങ്ങളാ. ജി എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? അത് നമ്മുടെ ബി വരുന്ന രാജ്യം ഏതാ? ബ്രിട്ടൻ ആണ്. ഐ ഏതാ? ഇറ്റലിയാണ്. ജെ ഏതാ? ജപ്പാനാണ്. യു ഏതാണ്? USA ആണ്. എഫ് ഏതാണ്? ഫ്രാൻസ് ആണ്. സി ഏതാണ്? കാനഡയാണ്. ജി ബൈജു എഫ് സി ഓർക്കാം. ജി ഫോർ ജർമ്മനി, ബി ഫോർ ബ്രിട്ടൻ, ഐ ഫോർ ഇറ്റലി, ജെ ഫോർ ജപ്പാൻ, യു ഫോർ USA, എഫ് ഫോർ ഫ്രാൻസ് ആൻഡ് സി ഫോർ കാനഡ. ഇനി അടുത്തത് ഡി രചന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. ഈ ഡി രചനയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആകുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യമായിട്ട് ഒരു വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ വരികയാണ്. അവരുടെ പേരാണ് ഡി രചന. അപ്പൊ ഡി രചന തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാ? ഡി രചനയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഈ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉണ്ടല്ലോ, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, അവര് കുട്ടികൾക്കായിട്ട് ഒരു ഇന്റർനെറ്റ് റേഡിയോ തുടക്കം കുറിച്ചിരിക്കുക. അതിന്റെ പേരാണ് റേഡിയോ നെല്ലിക്ക. എന്താണ്? റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ഒരു ഇന്റർനെറ്റ് റേഡിയോ തുടക്കം കുറിച്ചു. അതിന്റെ പേരാണ് റേഡിയോ നെല്ലിക്ക. എന്താണ്? റേഡിയോ നെല്ലിക്ക എന്ന പേര് ഓർത്തിരിക്കുക. റേഡിയോ നെല്ലിക്ക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അണ്ടർ വാട്ടർ മ്യൂസിയവും അതുപോലെ തന്നെ കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരികയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം ആൻഡ് കൃത്രിമ പവിഴപ്പുറ്റ്. ഇത് എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. മഹാരാഷ്ട്രയിലാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ പവിഴപ്പുറ്റ്, അണ്ടർ വാട്ടർ മ്യൂസിയം, ഇതെല്ലാം നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇനി അടുത്തത് ഈ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇലോൺ മസ്കിന്റെ കമ്പനിയാണ്.
ഈ അടുത്ത് നടന്ന പരീക്ഷ ചോദിച്ചു കേട്ടോ. ഇലോൺ മസ്കിന്റെ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കമ്പനിയുടെ പേരെന്താണ്? ഉത്തരമായിട്ട് വരേണ്ടത് സ്റ്റാർലിങ്ക് ആണ്. ഇവര് ഈ ഉപഗ്രഹം വഴി നമ്മുടെ രാജ്യത്ത് എന്താണ് ഇപ്പോൾ ഇന്റർനെറ്റ് ലഭ്യമാക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? അനുമതി കിട്ടണം. ആരനുമതി കൊടുക്കണം? കേന്ദ്ര ടെലികോം മന്ത്രാലയം അനുമതി കൊടുക്കണം. കേന്ദ്ര ടെലികോം മന്ത്രാലയം ഇലോൺ മസ്കിന്റെ ഈ പറയുന്ന സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന കമ്പനിക്ക് ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം നമ്മുടെ രാജ്യത്ത് ലഭ്യമാക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഈ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന കമ്പനി ആരുടെയാണെന്ന് ഓർത്തിരിക്കുക? ഇലോൺ മസ്ക്. അതുമായി ബന്ധപ്പെട്ട് ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന കമ്പനി. കേന്ദ്ര ടെലികോം മന്ത്രാലയമാണ് ഇതിനുള്ള അനുമതി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ തപാൽ വകുപ്പിന്റെ സേവനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേഗത്തിൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പിൻ നമ്പറൊക്കെ അല്ലേ യൂസ് ചെയ്യാം, അതുപോലെ അഡ്രസ്സ് ഇതൊക്കെ എഴുതി കൊടുക്കണ്ടേ? അതിന് പകരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവമാണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ ഡിജി പിൻ. അപ്പോൾ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ ഡിജി പിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏത് വകുപ്പാന്ന് ചോദിച്ചാൽ തപാൽ വകുപ്പാണെന്ന് ആര് കൊടുക്കുക, പോസ്റ്റൽ വകുപ്പാണെന്ന് ആര് കൊടുക്കുക. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായിട്ട് ഡിജി പിൻ, അതിന്റെ പൂർണ്ണരൂപമാണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. അത് ആവിഷ്കരിച്ചത് നമ്മുടെ തപാൽ വകുപ്പാണെന്ന് ആരും ഓർത്തിരിക്കുക. ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം എത്ര കോടി കടക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം എത്ര കോടി കടക്കുമെന്നാണ് UN-ന്റെ റിപ്പോർട്ട് എന്നാണ് നമ്മുടെ ചോദ്യം. UN റിപ്പോർട്ട് പറയുന്നത് ഇക്കൊല്ലം അത് 146 കോടി കടക്കുമെന്നാണ് പറയുന്നത്. 146 കോടി കടക്കുമെന്നാണ് പറയുന്നത്. വിദ്വേഷ പ്രസംഗം തടയാനായിട്ട് നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? വിദ്വേഷ പ്രസംഗം തടയാനായിട്ട് നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഇത്? കർണാടക. ഇവിടെ പറഞ്ഞതാണ് വിദ്വേഷ പ്രസംഗം തടയാനായിട്ട്. വിദ്വേഷ പ്രസംഗം ഇത് തടയാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണത്തിന് ഒരുങ്ങാണ് ആര്? കർണാടക എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ആക്സിയം ദൗത്യം അല്ലെ? ആക്സിയം ദൗത്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഓർത്തിരിക്കുക ആക്സിയം 4 ആണ്. ആക്സിയം 4 ദൗത്യം നമുക്കറിയാം വിജയകരമായിട്ട് വിക്ഷേപിച്ചു. അവരവിടെ ചെന്നിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്തി തിരിച്ചു വരികയും ചെയ്തു. 41 വർഷത്തിന് ശേഷമാണ് ബഹിരാകാശത്ത് ഒരു ഇന്ത്യക്കാരൻ എത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബഹിരാകാശത്ത് ഒരു ഇന്ത്യക്കാരൻ എത്തുന്നത് 41 വർഷത്തിന് ശേഷമാണ്. അതേസമയത്ത് ഇദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചേരുന്നു. ആര്? ശുഭാംശു ശുക്ല. അപ്പൊ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? ആദ്യ ഇന്ത്യക്കാരൻ എന്നാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ശുഭാംശു ശുക്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാണ് ശുഭാംശു ശുക്ല. അപ്പൊ പറഞ്ഞ പോയിന്റ് എന്താണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അതേസമയത്ത് ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ്. ആദ്യത്തെ ഇന്ത്യക്കാരൻ ആണ് രാകേഷ് ശർമ്മ. പിന്നെ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അതേസമയത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമുണ്ട്, അവിടെ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് വെച്ചാൽ അത് ശുഭാംശു ശുക്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഈ ദൗത്യം എന്നായിരുന്നു? 2025 ജൂൺ മാസം 25. ഓർത്തിരിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഡേറ്റ 2025. അപ്പൊ അവിടെ എന്താണ്? 2025 പിന്നെ ജൂൺ മാസം 25, 5, 6 പിന്നെ ആ 25 ഇങ്ങോട്ട് എടുത്താൽ മതി. 25 ഒന്ന് കൂട്ടുമ്പോൾ 6-ാം മാസം, പിന്നെ ആ 25 ഇങ്ങോട്ട് എടുത്താൽ ആ ഡേറ്റ് കിട്ടും. അപ്പൊ എന്നാണ് ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചതെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട 2025 ജൂൺ 25-നാണ്. 2025 ജൂൺ 25-നാണ്. പിന്നെ ഈ ഒരു ദൗത്യത്തിൽ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളുടെ പേര് വേണമെങ്കിൽ ചോദിക്കാം. ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പേര് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പെഗ്ഗി വിറ്റ്സൺ ആണ്. അമേരിക്കക്കാരിയായിട്ടുള്ള പെഗ്ഗി വിറ്റ്സൺ. ഒന്നാമത്തെ പേര് പെഗ്ഗി വിറ്റ്സൺ. അടുത്ത പേര് എന്ന് പറയുന്നത് സ്ലാവോസ് വിസ്നിസ്കി എന്നൊരു പേരാണ്. പേര് എഴുതാം, സ്ലാവോസ് വിസ്നിസ്കി എന്ന് ഓർത്തുക്കി. സ്ലാവോസ് വിസ്നിസ്കി. ഇദ്ദേഹം പോളാണ്ടുകാരനാണെന്ന് ആരെയും ഓർക്കുക. പിന്നെ ടിബോർ കാബു എന്ന് പറയുന്ന ഹംഗറിക്കാരനുണ്ട്. എന്താണ്? ടിബോർ
കപ്പു കപ്പു എന്ന് പറയുന്ന ഒരു ഹംഗറിക്കാരനുണ്ട്. അപ്പോൾ ഇവിടെ പെഗിവിച്ചിനെ പിന്നെ നമുക്കറിയാം USA ആണ്. സ്ലാവോസ് സ്ലാവോസ് വിസ്നിസ്കി എന്ന് പറയുന്ന പോളാണ്ടുകാരൻ, പിന്നെ ടിബോർ കപ്പു എന്ന് പറയുന്ന ഹംഗറിക്കാരനാണ്. അപ്പൊ ഇത് നമ്മൾ അന്ന് പഠിക്കേണ്ടായിരുന്നു. എന്താണ്? ശുഭാംശു ശുക്ല നമ്മളെ മനസ്സിലുണ്ട്, ഒരിക്കലും മായില്ല. അതേ സമയത്ത് ബാക്കി നമ്മൾ എങ്ങനെ പഠിക്കും? ഇവരവിടെ ചെന്ന ശേഷം ടീ കുടിക്കാം അല്ലെ, അപ്പൊ ടീബോർ കപ്പു കിട്ടും. അതേപോലെ വിസ്കിയും പെഗും ഉണ്ട്, പെഗും വിസ്കിയും അങ്ങനെ ഓർക്കാം. അപ്പൊ ആ രീതിയിൽ ഇതിലെ ആൾക്കാരെ നമുക്ക് ഓർക്കാം. അപ്പൊ ശുഭാംശു ശുക്ല ടിബോർ കപ്പു, അതുപോലെ തന്നെ സ്ലാവോസ് വിസ്നിസ്കി. അപ്പൊ വിസ്കി അവിടെ ഉണ്ടെന്ന് ഓർക്കാം. പിന്നെ പെഗി വിറ്റ്സൺ, എന്താണ്? പെഗ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് ഈ വിശക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ടീ കുടിക്കുക അല്ലെ, ഹംഗറി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഹംഗറിക്കാരനാണ് ടീബോർ കപ്പു എന്ന് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് സ്ലാവോസ് വിസ്നിസ്കി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹം പോളാണ്ടുകാരനാണെന്ന് അതിന് ഓർത്തിരിക്കുക. അപ്പൊ പോളാണ്ടുകാരനാണ് ആര്? ഈ സ്ലാവോസ് വിസ്നിസ്കി എന്ന പേര് ഓർത്തിരിക്കുക. പിന്നെ അടുത്ത പെഗി വിറ്റ്സൺ നമുക്കറിയാം, അദ്ദേഹം എവിടെയാണ്? അമേരിക്കക്കാരിയാണ്. അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇതിൽ ഈ ശുഭാംശു ശുക്ലയാണ് ഇതിന്റെ മിഷൻ പൈലറ്റ്. ഈ ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റ് ആരെന്ന് വെച്ചാൽ അത് ശുഭാംശു ശുക്ലയാണെന്ന് കാര്യം ഓർത്തിരിക്കാം. ഇനി ഇവര് സഞ്ചരിച്ച ഒരു പേടകമുണ്ട്, ആ പേടകത്തിന്റെ പേരാണ് ഗ്രേസ്. പേടകത്തിന്റെ പേരാണ് ഗ്രേസ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കാം. ഗ്രേസ്, അതായത് ഇവര് സഞ്ചരിച്ച പേടകത്തിന്റെ പേരാണ് എന്ത്? ഗ്രേസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ഗ്രേസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത പരിചയപ്പെടുന്നത് എന്താണ്? രുദ്രാസ്ത്ര എന്ന് പറയുന്നത്. എന്താണ് രുദ്രാസ്ത്ര എന്ന് പറയുന്നത്? എന്താണ് രുദ്രാസ്ത്ര എന്ന് പറയുന്നത്? രുദ്രാസ്ത്ര എന്ന് പറയുന്നത് ഒരു ഡ്രോണാണ്. ഇതെന്താണ്? ഒരു ഡ്രോണാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇതൊരു ഡ്രോണാണ്. അതായത് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര എന്ന് പറയുന്നത് ഒരു ഡ്രോൺ ആണെന്ന് കാര്യം ഓർക്കുക. അപ്പൊ ഈ രുദ്രാസ്ത്ര എന്ന് പറയുന്ന ഡ്രോണിന്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മുടെ രാജ്യം തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ്. അതേപോലെ തന്നെ 50 കിലോമീറ്റർ ദൂരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആക്രമണം നടത്താനുള്ള ഒരു കഴിവ് ഈ ഡ്രോണിനുണ്ട്. അപ്പൊ ആ ഡ്രോണിന്റെ പേര് ഓർക്കുക, രുദ്രാസ്ത്ര എന്നതാണ് ഡ്രോണിന്റെ പേര്. രുദ്രാസ്ത്ര എന്നതാണ് ഡ്രോണിന്റെ പേര്. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? അപ്പൊ ഈ അടുത്ത് നമ്മുടെ അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആഗോള നെല്ല് ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ നെല്ല് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഫിലിപ്പൈൻസിലെ മനിലയിലാണ്. എവിടെയാണ്? ഫിലിപ്പീൻസിലെ മനിലയിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിപ്പീൻസിലെ മനിലയിലാണ്. ഇനി നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ, നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടെന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു പേര് നമ്മൾ പരിചയപ്പെടുകയാണ്. പേര് GP രവിയാണ്. GP രവി ഈ അടുത്ത് അന്തരിച്ചു. അപ്പൊ ആരാണ് ഈ GP രവി എന്ന് വെച്ചാൽ 1960-കളിലൊക്കെ മലയാള സിനിമയിൽ സജീവമായിരുന്ന ഒരു നടനാണ് GP രവി. മലയാള സിനിമയിൽ സജീവമായിരുന്ന 1960-കളിലൊക്കെ സജീവമായിരുന്ന ഒരു നടനാണ് GP രവി എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ ശ്രീലങ്കൻ പാർലമെന്റ് ഈ അടുത്ത് ഒരു നടനെ ആദരിച്ചു. നമ്മുടെ മലയാളി ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു നടനെ ആദരിച്ചിട്ടുണ്ട്. ശ്രീലങ്കൻ പാർലമെന്റ് ആണ് ആദരിച്ചത്. അപ്പൊ ആരെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് നമ്മുടെ എല്ലാമെല്ലാമായ മോഹൻലാലിനെയാണ്. ആരെയാണ്? മോഹൻലാലിനെയാണ്. അപ്പൊ ശ്രീലങ്കൻ പാർലമെന്റ് ആദരിച്ച നടനാണ് ആര്? മോഹൻലാൽ എന്ന പേര് ഓർത്തിരിക്കുക. നമ്മൾ ഇതിനു മുമ്പ് ചിരഞ്ജീവി ബ്രിട്ടീഷ് പാർലമെന്റുമായി ബന്ധിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞത്. അതേപോലെ ഇവിടെ ശ്രീലങ്കൻ പാർലമെന്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന എന്താണ്? മോഹൻലാൽ എന്ന പേര് ഓർത്തിരിക്കുക. ഇനി ഈ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. അപ്പൊ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? ആര്യാടൻ ഷൗക്കത്താണ്. ആരാണ്? ആര്യാടൻ ഷൗക്കത്ത് എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ
ആരാണ് വിജയിച്ചത്? ആര്യാടൻ ഷൗക്കത്താണ്. ആര്യാടൻ ഷൗക്കത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പുരസ്കാരം പരിചയപ്പെടാം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ നൽകുന്ന അക്ഷരമുദ്ര പുരസ്കാരം. നമ്മുടെ പുരസ്കാരം എന്താണ്? അക്ഷരമുദ്ര എന്നതാണ് പുരസ്കാരം. അക്ഷരമുദ്ര പുരസ്കാരം ഇത് ലഭിച്ചത് ആർക്കാണ് ഈ അടുത്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പിക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ്. എത്രയാണ്? 50,000 രൂപയാണ്. അപ്പൊ അക്ഷരമുദ്ര പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2025 അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ് അക്ഷരമുദ്ര പുരസ്കാരം കിട്ടിയത്. ഇനി അടുത്തത്, ഒരു ടെസ്റ്റ് മത്സരത്തില് 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരെന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടെസ്റ്റ് മത്സരത്തില് 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. ഇവിടെ പറഞ്ഞെന്താണ്? ഒരു ടെസ്റ്റ് മത്സരത്തിൽ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഋഷഭ് പന്താണ്. ആരാണ്? ഋഷഭ് പന്താണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ട് എന്താ പഠിച്ചത്? ഒരു ടെസ്റ്റ് മത്സരത്തിൽ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ഇനി അടുത്തിലേക്ക് വരാം. അടുത്ത, പോൾ വാൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച ഒരു സ്വീഡിഷ് താരമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അർമാൻഡ് ഡുപ്ലന്റീസ് എന്നാണ്. എന്താണ് പേര്? അർമാൻഡ് ഡുപ്ലന്റീസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഡുപ്ലാന്റീസ്. അപ്പൊ ഇദ്ദേഹം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പോൾ വാൾട്ട് ആണ്. പോൾ വാൾട്ട് എന്ന് ഓർക്കുക. ഇദ്ദേഹം ഏത് രാജ്യമാണെന്ന് വെച്ചാൽ സ്വീഡീസ് ആണ്. സ്വീഡൻകാരനാണ് ഇദ്ദേഹം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോ സ്വീഡൻകാരനായിട്ടുള്ള അർമാൻഡ് ഡുപ്ലന്റീസ് പോൾ വാൾട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹം എന്താണ്? പോൾ വാൾട്ടില് 12ാം തവണയും എന്താണ്? ലോക റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. ഈ 2025 യുണൈറ്റഡ് നേഷൻ സമുദ്ര ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിക്കും. 2025 യുണൈറ്റഡ് നേഷന്റെ സമുദ്ര ഉച്ചകോടി നടന്നത് എവിടാന്ന് ചോദിച്ചാൽ സമുദ്ര ഉച്ചകോടി ഇത് നടന്നത് എവിടാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ എവിടാന്ന് ചോദിച്ചാൽ നീസിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫ്രാൻസിലെ നീസിൽ വെച്ചിട്ടാണ്. ഇപ്പൊ 2025 യുണൈറ്റഡ് നേഷന്റെ സമുദ്ര ഉച്ചകോടി നടന്നത് ഫ്രാൻസിലെ നീസിലാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത് ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ്. ഇറാനെതിരായിട്ട് ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇറാൻ എതിരായിട്ട് ഇസ്രായേലാണ് ഇത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. അപ്പൊ ഇറാനെതിരായിട്ട് ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയെ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നത്. നമ്മുടെ പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനം. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ തോൽപ്പിക്കുക. എന്തായിരുന്നു സന്ദേശം? പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ തോൽപ്പിക്കുക. ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്. ജൂൺ 5 പരിസ്ഥിതി ദിനം. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ തോൽപ്പിക്കുക. ഈ അടുത്ത് ബംഗ്ലാദേശ് അവരുടെ രാജ്യത്തിന്റെ സ്ഥാപക നേതാവിന്റെ ചിത്രം അവരുടെ കറൻസിയിൽ നിന്നൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരാണ് ആ സ്ഥാപക നേതാവ് എന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വേണ്ട മുജീബുർ റഹ്മാനാണ്. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? മുജീബുർ റഹ്മാൻ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പിക്ചർ കറൻസിയിൽ നിന്ന് നീക്കം ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുക, മുജീബുർ റഹ്മാൻ എന്നാണ് ഓർക്കേണ്ടത്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടക്കാൻ പോവാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജാതി സെൻസസ് എന്ന് മുതലെന്നാണ് ഔദ്യോഗികമായിട്ട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 2026 ഒക്ടോബർ 1-ാം തീയതി മുതലാണ്.
ഇനി ചോദിക്കാം, ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരൊക്കെ തിരികെ എത്തിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചു, ഒരു ദൗത്യം. ആ ദൗത്യത്തിന്റെ പേര് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ധു എന്ന് തന്നെയാണ് അതിനും നൽകിയിരിക്കുന്ന പേര്. നമ്മുടെ നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാളോ വാട്ടർ ക്രാഫ്റ്റിന്റെ പേരെന്താണ്? നമ്മുടെ നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ ഷാളോ വാട്ടർ ക്രാഫ്റ്റ്, ആന്റി സബ്മറൈൻ വാർഫെയർ ഷാളോ വാട്ടർ ക്രാഫ്റ്റിന്റെ പേരെന്താന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അർണാല എന്നാണ്. എന്താണ്? അർണാല. അപ്പൊ നമ്മുടെ നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് അർണാല. ഇവിടെ രണ്ട് ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു, ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ്. അടുത്തൂടെ കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആണ്. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്നത് നമ്മുടെ US നടത്തിയിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്നത് എന്താണ്? ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ന്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ന്റെ രഹസ്യ ദൗത്യം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. പിന്നെ മറ്റൊന്ന് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ്. അത് ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയിരിക്കുന്നതാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് പ്രഥമ IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ്. ആദ്യമായിട്ട് കൊടുക്കുന്നതാണ് IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ്. ഇത് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഡോക്ടറും അതോടൊപ്പം തന്നെ എഴുത്തുകാരിയുമായിട്ടുള്ള ഡോക്ടർ ശാലിനി മുള്ളക്കിന്റെ ദ വേ ഹോം എന്ന് പറയുന്ന നോവലിനാണ്. ദ വേ ഹോം എന്ന് പറയുന്ന ആ ഒരു കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പ്രഥമ IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ആർക്ക് ലഭിച്ചു? ഡോക്ടർ ശാലിനി മുള്ളക്കിന് ലഭിച്ചു. അവരുടെ കൃതിയായ ദ വേ ഹോമിനാണ് ലഭിച്ചിരിക്കുന്നത്. പ്രഥമ IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ഇന്ത്യൻ ഡോക്ടറും എഴുത്തുകാരിയുമായ ഡോക്ടർ ശാലിനി മുള്ളക്കിന്റെ നോവലായിട്ടുള്ള ദ വേ ഹോം എന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ദ വേ ഹോം, ശാലിനി മുള്ളക്ക് എന്ന പേര് ഓർത്തിരിക്കുക. പ്രഥമ MP മന്മഥൻ അക്ഷയ പുരസ്കാരം ആർക്കാണ് ലഭിച്ചെന്ന് ചോദിക്കും. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം കേട്ടോ. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025. അത് നമ്മുടെ അടൂരിനാണ് ലഭിച്ചത്. അടൂർ ഗോപാലകൃഷ്ണനാണ്. ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണനാണെന്ന കാര്യം ഓർത്തിരിക്കാം. പ്രഥമ MP മന്മഥൻ അക്ഷയ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണനാണ് ലഭിച്ചത്. 1 ലക്ഷം രൂപയും ശില്പവും ഒക്കെ അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. അപ്പോൾ പ്രഥമ മന്മഥൻ അക്ഷയ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ. പ്രഥമ മന്മഥൻ അക്ഷയ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം, ഈ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും റാം കെ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ച അഖിൽ പി ധർമ്മജൻ അർഹനായി. അപ്പൊ ഇവിടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആൾക്കാണ് അഖിൽ പി ധർമ്മജൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ധർമ്മജൻ. അദ്ദേഹത്തിന്റെ വളരെ ഹിറ്റായിട്ടുള്ള ഒരു നോവലാണ് ഏത്? റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. എന്താണ്? റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയും. റാം കെയർ ഓഫ് ആനന്ദി. അപ്പൊ ഈ ഒരു നോവലിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിരിക്കുന്നത്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തില് യുവ സാഹിത്യ പുരസ്കാരം. ഇത് പലപ്പോഴും BSc ചോദിക്കാനുള്ളതാണ്. യുവ സാഹിത്യ പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ച പിന്നെ വരുന്ന പരീക്ഷയിലൊക്കെ അത് ഇങ്ങനെ റിപ്പീറ്റ് ആയി വരാറുണ്ട്. ഓർത്തിരിക്കുക, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിലെ യുവ സാഹിത്യ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അഖിൽ പി ധർമ്മജനാണ്. റാം കെയർ ഓഫ് ആനന്ദി, റാംകോ ആനന്ദി എന്നാണ് പറയുക. റാം കെയർ ഓഫ് ആനന്ദി എന്നതാണ് ആ ഒരു കൃതിയുടെ പേരെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അഖിൽ പി ധർമ്മജൻ എന്ന പേര് ഓർത്തിരിക്കണം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ യുവ സാഹിത്യ പുരസ്കാരം കിട്ടിയത് അഖിൽ പി ധർമ്മജനാണ്. ആർക്കാണ്? അഖിൽ പി ധർമ്മജൻ. ഓർത്തിരിക്കാൻ സിമ്പിളാണ്. ധർമ്മജൻ എന്നെങ്കിലും ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് അഖിൽ പി ധർമ്മജൻ കിട്ടും. ഇനി ഈ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ നമ്മളിപ്പോൾ യുവ സാഹിത്യ പുരസ്കാരം നമ്മളോട് പരിചയപ്പെട്ടു. ഇനി ബാലസാഹിത്യ പുരസ്കാരമുണ്ട്. ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നതാണ് ബാലസാഹിത്യ പുരസ്കാരം. ഇത് ലഭിച്ചിരിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന
കുട്ടികളുടെ നോവൽ രചിച്ചിട്ടുള്ള ശ്രീജിത്ത് മുത്തേടത്തിനാണ്. ആർക്കാണ് ലഭിച്ചത്? ശ്രീജിത്ത് മുത്തേടത്ത്. ശ്രീജിത്ത് മുത്തേടത്ത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് ശ്രീജിത്ത് മുത്തേടത്താണ്. ശ്രീജിത്ത് മുത്തേടത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കൃതി ഏതാണ്? ബാലസാഹിത്യ കൃതിയാണ് പെങ്കിനുകളുടെ വൻകരയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയാണ് എന്ത്? പെങ്കിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന കൃതി. എന്താണ്? പെങ്കിനുകളുടെ വൻകരയിൽ. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അഖിൽ പി ധർമ്മജൻ, റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിക്ക്. പിന്നെ ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് ശ്രീജിത്ത് മുത്തേടത്ത് പെങ്കിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന കൃതിക്കാണ്. പെങ്കിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു കൃതിയാണ്, അതിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിലെ ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയ മലയാളിയാണ് നമ്മുടെ അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിന്റെ കൃതി റാം കെയർ ഓഫ് ആനന്ദിയാണ്. ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? ശ്രീജിത്ത് മുത്തേടത്തിനാണ്. അത് പെങ്കിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന കൃതിയാണ്. ഞാൻ പറഞ്ഞു മാറിപ്പോയെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരിക്കൽ പറയാം, കേട്ടിരിക്കുക. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ ബാലസാഹിത്യ പുരസ്കാരമുണ്ട്, യുവ സാഹിത്യ പുരസ്കാരമുണ്ട്. അതിൽ യുവ സാഹിത്യ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അഖിൽ പി ധർമ്മജനാണ്. അദ്ദേഹത്തിന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിക്കാണ്. ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് ശ്രീജിത്ത് മുത്തേടത്തിനാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് പെങ്കിനുകളുടെ വൻകരയിൽ. ഇനി അവാർഡുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് പ്രഖ്യാപിച്ചു. സുകുമാർ അഴീക്കോട് അവാർഡ്. ഈ ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് ചോദിക്കാം. അവാർഡ് ഈ അടുത്ത് ലഭിച്ച ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ചത് ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. പ്രഭാകരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് ചോദിക്കാം. ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം അത് ലഭിച്ചത് ശശി തരൂരിനാണ്. അപ്പോൾ ശശി തരൂരിന്റെ വൈ ഐ ആം ഹിന്ദു, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന പുസ്തകങ്ങൾക്കാണ് കിട്ടിയത്. അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങൾ ഓർത്തിരിക്കുക. വൈ ഐ ആം ഹിന്ദു എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്? വൈ ഐ ആം ഹിന്ദു, ഇത് ശശി തരൂരിന്റെ പുസ്തകമാണ്. അതുപോലെ ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്സ് എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്സ് ഇത് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് ശശി തരൂരാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം. ഏത് പുരസ്കാരം കിട്ടിയത്? പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂരിന് കിട്ടി. അദ്ദേഹത്തിന്റെ ഏത് പുസ്തകങ്ങളാണ് ഇവിടെ പരിഗണിച്ചത്? വൈ ഐ ആം ഹിന്ദു, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന് പറയുന്ന പുസ്തകവും. അപ്പോൾ പി കേശവദേവ് പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു, ശശി തരൂരിന് കിട്ടി. അദ്ദേഹത്തിന്റെ വൈ ഐ ആം ഹിന്ദു, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ പുസ്തകങ്ങൾക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് കിട്ടിയത് ആർക്കാണ്? പ്രമുഖ ന്യൂറലിസ്റ്റും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ ഷാജി പ്രഭാകരനാണ് ലഭിച്ചത്. ഇനി അടുത്തിലേക്ക് വരാം. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാന്ന് ചോദിക്കും. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് ഒമാൻ. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? ഒമാൻ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഒമാൻ. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിക്കും. നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം യോഗ പോളിസി. ഇത് നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? ഉത്തരാഖണ്ഡ്. ഏതാണ്? ഉത്തരാഖണ്ഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്ന എവിടെയാണെന്ന് ചോദിക്കാം. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാവുന്നത് ന്യൂഡൽഹിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 ഗ്ലോബൽ
എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. എന്താണ്? ഗ്ലോബൽ എനർജി എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. ട്രാൻസിഷൻ ഇൻഡെക്സ്. ആ ട്രാൻസിഷൻ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 71 സ്ഥാനമാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എത്രാമതാണ്? 71ാമതാണെന്ന് കാര്യം. അപ്പൊ ഞാനിവിടെ പറഞ്ഞു ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ്. അപ്പൊ ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ്. അപ്പൊ ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71ാം സ്ഥാനമാണ്. അതായത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ്? വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71 ഒന്നാം സ്ഥാനത്ത് ആരാന്ന് വെച്ചാൽ അത് സ്വീഡനാണ്. ഒന്നാം സ്ഥാനത്ത് സ്വീഡനാണ്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പുറത്തുവിടുന്നത്. ഇന്ത്യ 71, ഒന്ന് സ്വീഡനാണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു പേര് ഹരിതവാഹിനി എന്നാണ്. എന്താണ് ഈ ഹരിതവാഹിനി എന്ന് പറയുന്നത്? മാലിന്യം നീക്കം ചെയ്യാനായിട്ട് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഹരിതവാഹിനി എന്ന് പറയുന്നത്. ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി എന്ന് പറയാം. മാലിന്യം നീക്കം ചെയ്യാനായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഒരു ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വിംബിൾഡൺ ടെന്നീസ് ഉണ്ട്. ഈ അടുത്ത മാസങ്ങളാണ് നടന്നത്. ഒരുപക്ഷെ ചോദിക്കാം, ഇപ്പൊ പരീക്ഷയിലൊന്നും ഈ ടെന്നീസ് അങ്ങനെ ചോദിച്ച് കാണാറില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. വിംബിൾഡൺ ടെന്നീസ് ഈ അടുത്ത മാസമാണ് നടന്നത്. അവിടെ പുരുഷ വിഭാഗത്തിലും സിംഗിൾസിൽ, അതേപോലെ തന്നെ വനിതാ വിഭാഗത്തിലും സിംഗിൾസിൽ ആരാണ് കപ്പ് ഉയർത്തിയത് എന്ന് നമുക്കറിയണം. ഇവിടെ വനിതാ വിഭാഗത്തില് സിംഗിൾസില് കിരീടം ഉയർത്തിയത് പോളാണ്ടിന്റെ ഇഗ സോട്ടക്കിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. പോളാണ്ടിന്റെ ഇഗ സോട്ടക് എന്ന പേര് ഓർത്തിരിക്കുക. ഇനി ഇത് വനിതയാട്ടോ. ഇനി പുരുഷ വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. യാനിക് സിന്നർ എന്ന പേര് ഓർത്തിരിക്കുക. ഇറ്റലിയുടെ യാനിക് സിന്നർ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വിബിൾഡൺ മത്സരം 2025 വനിതാ വിഭാഗത്തിൽ ഇഗ സ്യൂടെക് എന്ന പേര് ഓർത്തിരിക്കുക. ഇഗ സ്യൂടെക് എന്ന പേര് ഓർക്കുക. അവർ ഏത് രാജ്യക്കാരിയാണ്? പോളാണ്ടാണ്. അപ്പൊ വനിതാ വിഭാഗത്തിൽ ഇഗ എന്ന പേര് ഓർക്കാം. ഇഗ വനിത, വിബിൾഡൺ വനിത, ഇഗ. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ട പേര്. ഇനി പുരുഷൻ ആരാണ്? യാനിക് സിന്നറാണ്. അപ്പൊ സിന്നർ ഇഗ സിന്നർ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വിബിൾഡൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 പുരുഷ വിഭാഗത്തിൽ യാനിക് സിന്നർ, ഇറ്റലി. അതേപോലെ വനിതാ വിഭാഗത്തിൽ ഇഗ സ്യൂടെക് എന്ന പേര് ഓർത്തിരിക്കുക. അവർ പോളാണ്ടാണ് അവരുടെ സ്വദേശം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ വനിത ഇഗയാണ്, പുരുഷ വിഭാഗത്തിൽ യാനിക് സിന്നറാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അതിന്റെ സിഇഒ ആയിട്ട് ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനെ നിയമിച്ചു കേട്ടോ. അദ്ദേഹത്തിന്റെ പേരാണ് സഞ്ജോഗ് ഗുപ്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സഞ്ജോഗ് ഗുപ്ത എന്ന പേര് ഓർത്തിരിക്കുക. സഞ്ജോഗ് ഗുപ്ത. അപ്പൊ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സിഇഒ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് സഞ്ജോഗ് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി. സഞ്ജോഗ് ഗുപ്ത ICCയുടെ സിഇഒ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് സഞ്ജോഗ് ഗുപ്ത. ഇനി ഒരു പേര് പരിചയപ്പെടാം. ആ പേര് ഓർത്തിരിക്കുക, ആസ്താ പുനിയ. എന്താണ്? ആസ്താ പുനിയ. ഇവര് നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ്. എന്താണ്? നാവികസേന കേട്ടോ, നാവികസേന. ആ നാവികസേനയുടെ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതയാണ് ആസ്താ പുനിയ. അപ്പൊ നാവികസേനയുടെ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതയാണെന്ന് വെച്ചാൽ ആസ്താ പുനിയ. ആരാണ്? ആസ്താ പുനിയ എന്ന പേര് ഓർത്തിരിക്കുക. നാവികസേന യുദ്ധവിമാനം ആദ്യ വനിത ആസ്താ പുനിയ. ആരാണ്? ആസ്താ പുനിയ. ഇനി ഒരു ആപ്ലിക്കേഷന്റെ പേര് പരിചയപ്പെടാം. റെയിൽ വൺ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ഇതെന്താണ് റെയിൽ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് റെയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ പേര് റെയിൽ വൺ എന്നാണ്. 2 ദേശീയോദ്യാനത്തിന്റെ പേര് പരിചയപ്പെടുക കേട്ടോ. ഒന്ന്
നമ്മുടെ ഇരവികുളമാണ് നമ്മുടെ കേരളത്തിലുള്ള ഇടുക്കി ജില്ലയിലുള്ള ഇരവികുളം. എന്താണ്? ഇരവികുളം. മറ്റൊന്ന് നമ്മുടെ ജമ്മു കാശ്മീരിലുള്ള ഡച്ചിങ്കം. എന്താണ്? ഡച്ചിങ്കം. ഈ രണ്ടും എന്താണ്? ദേശീയോദ്യാനങ്ങളാണെന്ന് നമുക്കറിയാം. ഇരവികുളം ദേശീയോദ്യാനവും ഡച്ചിങ്കം ദേശീയോദ്യാനം. ഡച്ചിങ്കം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഈ രണ്ട് ദേശീയോദ്യാനങ്ങളും നമ്മുടെ രാജ്യത്തെ 1ാം നമ്പർ ദേശീയോദ്യാനമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ 2025 ഈ അടുത്ത് 1ാം നമ്പർ ദേശീയോദ്യാനങ്ങളായിട്ട് തെരഞ്ഞെടുത്തത് ഡച്ചിങ്കാം ദേശീയോദ്യാനത്തെയും ഒപ്പം നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനത്തെയുമാണ്. ഓർത്തിരിക്കുക, ചോദിക്കും. ഇനി ഷാങ്ഹായ് സഹകരണ സംഘടന യോഗം എവിടെയാണ് നടന്നതെന്ന് ചോദിക്കും. ഷാങ്ഹായ് സഹകരണ സംഘടന യോഗം ഇത് നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ചൈനയിലാണ്. ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ചൈനയിൽ വെച്ചിട്ടാണ്. ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗം നടന്നത് ചൈനയിൽ വെച്ചിട്ടാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. ഇന്ത്യയില് അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല. ഇന്ത്യയില് അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാ? കോട്ടയം. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല കോട്ടയമാണ്. അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാ? കോട്ടയം. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല കോട്ടയം ജില്ലയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ ഇത് എവിടെയാണ് നിലവിൽ വന്നതെന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വേണ്ട ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ്. ഷാഹിബാബാദ് എവിടെയാണ്? ഷാഹിബാബാദ് ഉത്തർപ്രദേശിലാട്ടോ. ഷാഹിബാബാദ് ഉത്തർപ്രദേശ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ എവിടെയാ? ഉത്തർപ്രദേശിലെ ഷാഹിബാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ ഷാഹിബാബാദ് ഹരിത ഡാറ്റാ സെന്റർ. ഷാഹിബാബാദ് ഹരിത ഡാറ്റാ സെന്റർ ഫസ്റ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ ഷാഹിബാബാദ്. ഹരിത ഡാറ്റാ സെന്റർ ഷാഹിബാബാദ്. അപ്പൊ ഇത് നമുക്ക് മഞ്ഞൾ എന്നട്ടോ, നാഷണൽ മഞ്ഞൾ ബോർഡ് എന്നൊക്കെ പറയും. അതാണ് എവിടെ വന്നിരിക്കുന്നത്? തെലങ്കാനയിലെ നിസാമാബാദിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് വരാം. നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് ഉണ്ടല്ലോ, നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് ഈ ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് ഏത് തെരഞ്ഞെടുത്തിരിക്കുകയാണ്? പാരാസൈറ്റിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഏതാണ്? പാരാസൈറ്റ്. ഇത് ഒരു കൊറിയൻ ചിത്രമാണ് കേട്ടോ. ഇതൊരു കൊറിയൻ ചിത്രമാണ്. ഇത് എന്താണ്? ഒരു കൊറിയൻ ചിത്രമാണ്. ബോങ് ജുൻ ഹോ ആണ് ഇത് സംവിധാനം ചെയ്തത്. ആരാണ്? ബോങ് ജുൻ ഹോ ആണ് ഇത് സംവിധാനം ചെയ്തത്. അപ്പൊ ബോങ് ജുൻ ഹോ സംവിധാനം ചെയ്ത പാരാസൈറ്റ് മികച്ച കൊറിയൻ ചിത്രമായിട്ട്, അതായത് കൊറിയൻ ചിത്രമാണ്, അത് ന്യൂയോർക്ക് ടൈംസ് ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് ബോങ് ജുൻ ഹോ സംവിധാനം ചെയ്ത പാരാസൈറ്റ് എന്ന കൊറിയൻ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് ബോങ് ജുൻ ഹോ സംവിധാനം ചെയ്ത പാരാസൈറ്റ് ഈ ഒരു കൊറിയൻ ചിത്രമാണ്, അത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല എവിടെ വരുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ഗുജറാത്തിലെ ആനന്ദിലാട്ടോ. ഗുജറാത്തിലെ ആനന്ദ്. അവിടെ നമ്മുടെ അമിത്ഷാ അതിന്റെ തറക്കല്ലിട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഗുജറാത്തിലെ ആനന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല എവിടെയാ? ഗുജറാത്തിലെ ആനന്ദിലാണ്. പിന്നെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് നമ്മുടെ ഈ പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങളൊക്കെ ഒഴിവാക്കുക ലക്ഷ്യമിട്ടുകൊണ്ട് സ്കൂളുകളിൽ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂൾ തുറക്കണ സമയത്തൊക്കെ ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേരാണ് എന്ത്? സർപ്പപാഠം. എന്താണ്? സർപ്പപാഠം. നമ്മൾ ഇന്നലെ പഠിച്ചാണ്, ചോദിക്കാൻ ചിലപ്പോൾ. ഈ ഒരു പേര് പരിചയപ്പെടാം. ശുചിത്വ ഐ എന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരാണെങ്കിൽ ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഒരു സംവിധാനമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ശുചിത്വ ഐ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തില് മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ശുചിത്വ ഐ എന്ന് പറയുന്നത്. എന്താണ്? ശുചിത്വ ഐ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അവിടെ എങ്ങനെ മാലിന്യമൊക്കെ വലിച്ചെറിഞ്ഞാൽ ഇത് കണ്ടെത്തും, പിടിക്കും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, എന്താണ്? തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്ത്?
സുജിത്ത ഐ എന്ന് പറയുന്നത്. സുജിത്ത ഐ എന്ന് പറയുന്നത് 2026 ജൂൺ മാസത്തില് 2026 ജൂൺ മാസത്തില് നമ്മുടെ റഷ്യയുടെ സോയൂസ് MS-29 എന്ന് പറയുന്ന പേടകം, റഷ്യയുടെ പേടകമാണ് സോയൂസ് MS-29 എന്ന് പറയുന്ന പേടകം. ഈ പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മലയാളി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അനിൽ മേനോൻ. എന്താണ് പേര്? അനിൽ മേനോൻ. അനിൽ മേനോൻ. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, 24ാമത് അന്താരാഷ്ട്ര മാനസിക ആരോഗ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? എന്താണ്? അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളന വേദി. ഇതിന്റെ വേദി എവിടെയാണെന്നറിയോ? തായ്ലാൻഡ് കേട്ടോ. തായ്ലാൻഡ്. എവിടെയാണ്? തായ്ലാൻഡ് ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ്? തായ്ലാൻഡ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. തായ്ലാൻഡ് ആണ്. അപ്പൊ 24ാമത് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളന വേദി ചോദിച്ചാൽ തായ്ലാൻഡ് ആണ്. 24ാമത് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളന വേദി ഏതാണ്? തായ്ലാൻഡ് ആണ്. ഈ അടുത്ത് കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഏതാണ്? ഈ അടുത്ത് കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS തമാൽ. എന്താണ്? INS തമാൽ. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് നാവികസേനയുമായി ബന്ധിപ്പിച്ചിട്ട് ഒരു പേര് പഠിച്ചു. എന്താണ്? ആസ്ത പുനിയ. ആസ്ത പുനിയ ആരാണ്? നാവികസേനയുടെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത ആണ് നമ്മളിവിടെ പരിചയപ്പെട്ട ലഫ്റ്റനന്റ് ആസ്ത പുനിയ. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുത്താൻ പോകുന്നത് കുട്ടികളുടെ അതുപോലെ തന്നെ യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ദിവ്യ കണ്ണനാണ്. അവരുടെ കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ഗ്രേസ് ആൻഡ് ബുക്ക് പ്രൈസ് ആണ്. ആ പുരസ്കാരത്തിന്റെ പേരാണ് ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ്. അത് ദിവ്യ കണ്ണനാണ് ലഭിച്ചത്. കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിനാണ് ലഭിച്ചത്. കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് ഡോക്ടർ ദിവ്യ കണ്ണന്റെ കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിന് ലഭിച്ചു. അപ്പോൾ കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ്. അത് ലഭിച്ചിരിക്കുന്നത് മലയാളിയായിട്ടുള്ള ഡോക്ടർ ദിവ്യ കണ്ണനാണ്. കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിനാണ് ഈ ഒരു പുരസ്കാരം അവർക്ക് ലഭിച്ചത്. ഇനി അടുത്ത ചോദ്യമായിട്ട് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 58ാമത്തെ ചോദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു. ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും ഈ കാലഘട്ടത്തിൽ വളരെ എന്താണ് പ്രചരിക്കുകയാണ് അല്ലെ? നമ്മുടെ ഫേക്ക് ചിത്രങ്ങളും നമ്മുടെ ഫേക്ക് ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ പ്രചരിപ്പിക്കാം. അപ്പൊ ഇവിടെ ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാനായിട്ട് വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവന്നിരിക്കുന്ന ഒരു രാജ്യമാണേത്? ഡെൻമാർക്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ് ആ രാജ്യം? ഡെൻമാർക്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഡെൻമാർക്ക്. അപ്പൊ ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാനായിട്ട് വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവന്ന രാജ്യമാണ് ഡെൻമാർക്ക്. ഇനി അടുത്തത് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം, അതിന്റെ പേരാണ് സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ. ഇത് എവിടെയാണ് തുടക്കം കുറിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂരിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് എവിടെയാണ് തുടക്കം കുറിച്ചത്? ഇത് തുടക്കം കുറിച്ചത് കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഓർത്തിരിക്കുക, കൊട്ടാരക്കര, നെടുവത്തൂർ
നെടുവത്തൂർ. നെടുവത്തൂർ ഇത് ഓർത്തിരിക്കണം. എയർ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം, സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂർ. കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂർ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഈ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കുടുങ്ങുന്ന മലയാളികളുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ കുടുങ്ങുന്ന മലയാളികളുണ്ട്. അപ്പൊ അവരുടെ രക്ഷയ്ക്കായിട്ട് മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ചിരിക്കുകയാണ്. ആര്? നോർക്ക. ആരംഭിച്ചത്? നോർക്കയാണ് ആരംഭിച്ചത്. അപ്പൊ വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായിട്ട് മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ നോർക്ക. ഇനി നമ്മുടെ അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാ പഠന നേതൃത്വ സമിതി ഉണ്ട്. എന്താണ്? ഉൽക്കാ പഠന നേതൃ സമിതി ഉണ്ട്. സമിതി ഈ ഇതിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അശ്വിൻ ശേഖർ ആണ് കേട്ടോ. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാ പഠന നേതൃസമിതി ഉണ്ട്. അതിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ എത്തി. അദ്ദേഹത്തിന്റെ പേരാണ് അശ്വിൻ ശേഖർ. എന്താണ്? അശ്വിൻ ശേഖർ എന്ന പേര് ഓർക്കുക. എന്താണ്? അശ്വിൻ ശേഖർ എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ കരളിലെ ക്യാൻസർ ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ആരാണ് അത് വികസിപ്പിച്ചതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ കരളിലെ ക്യാൻസർ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. ഇവരാണിത് വികസിപ്പിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവരാണിത് വികസിപ്പിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ അടുത്താണ് പ്രഖ്യാപിച്ചത്. 2024 അതില് വിശിഷ്ടാംഗത്വം നൽകിയത് ആർക്കാന്ന് ചോദിക്കാം. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ വിശിഷ്ടാംഗത്വം നൽകി ആദരിച്ചത് ആരെയാണെന്ന് ചോദിക്കാം. വിശിഷ്ടാംഗത്വം നൽകി ആചരിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം KV രാമകൃഷ്ണൻ, അതുപോലെ തന്നെ ഏഴാഞ്ചേരി രാമചന്ദ്രൻ. KV രാമകൃഷ്ണനെയും ഏഴാഞ്ചേരി രാമചന്ദ്രനെയുമാണ്. KV രാമകൃഷ്ണൻ, അതേപോലെ തന്നെ ഏഴാഞ്ചേരി രാമചന്ദ്രൻ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. KV രാമകൃഷ്ണൻ, ഏഴാഞ്ചേരി രാമചന്ദ്രൻ. അപ്പോൾ വിശിഷ്ടാംഗത്വം കൊടുക്കുന്നത് KV രാമകൃഷ്ണൻ, ഏഴാഞ്ചേരി രാമചന്ദ്രൻ. KV രാമകൃഷ്ണൻ, ഏഴാഞ്ചേരി രാമചന്ദ്രൻ. KV രാമകൃഷ്ണൻ, ഏഴാഞ്ചേരി രാമചന്ദ്രൻ. ഇനി അടുത്തത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം ഏതെന്ന് ചോദിക്കും. വൈദ്യുത വിമാനത്തിന്റെ പേര് ഓർത്തിരിക്കുക. ബീറ്റ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത അലിയ CX-300 ആണ്. എന്താണ്? അലിയ CX-300. അപ്പോൾ ബീറ്റ ടെക്നോളജീസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അലിയ CX-300 എന്നാണ് ഇതിന്റെ പേര്. നമ്മുടെ DGP ആരാണ്? DGP പുതിയ നിയമനമാണ്. DGP ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് റവാഡ A ചന്ദ്രശേഖർ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ പേര് ഓർക്കുക, റവാഡ A ചന്ദ്രശേഖർ. അപ്പൊ റവാഡ A ചന്ദ്രശേഖർ നിലവിൽ നമ്മുടെ DGP, പുതിയ നിയമനമാണ്. നിലവിൽ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി DGP ആരാ? റവാഡ A ചന്ദ്രശേഖർ എന്ന പേര് ഓർത്തിരിക്കുക. അതുപോലെ നമ്മുടെ റോയ് ഉണ്ടല്ലോ, അതിനും പുതിയൊരു മേധാവി വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അതിന്റെ പുതിയ മേധാവി
പരാഗ് ജെയിൻ ആണ്. നമ്മൾ പഠിക്കില്ല, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക, പരഗ് അല്ലേ നമ്മൾ പറയാറുണ്ടില്ല, പരകാണ് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പരക എന്ന് പറയില്ല. അപ്പോൾ റിസർച്ച് ചെയ്യണം. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ആ ഒരു മേധാവി ആരംഭിച്ചാൽ പരാഗ് ജെയിൻ ആണ്. പരാഗ് ജെയിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു വർഷത്തിലെ നമ്മുടെ ബ്രിക്സ് ഉച്ചകോടിയില്ല, G7 നമ്മൾ പഠിച്ചു കാനഡയിലാണ്. ഈ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രസീലാട്ടോ, ബ്രസീൽ. അപ്പൊ 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് നടന്നത്. അത് ബ്രസീലിലാണ് നടന്നത്. ബ്രസീൽ അവിടെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. നമ്മളോട് പരിചയപ്പെട്ട ബ്രിക്സ് എന്ന് പറയുന്നത് എത്ര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണെന്ന് വെച്ചാൽ ഇനി നമ്മുടെ ഉത്തരം എന്താണ്? 11 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഇത് ഓർത്തിരിക്കണം കേട്ടോ, 11 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ സാധാരണ നമ്മൾ പഠിക്കാറുള്ള ഇത്രയും രാജ്യങ്ങൾ ഏതൊക്കെയാ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ബ്രിക്സ്. B for ബ്രസീൽ, R for റഷ്യ, I for ഇന്ത്യ, C for ചൈന, S for സൗത്ത് ആഫ്രിക്ക. ബാക്കി വരുന്ന പുതിയ രാജ്യങ്ങളാണ് സൗദി അറേബ്യ, ഈജിപ്ത്, UAE, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ എത്യോപ്യ, പിന്നെ ഇറാൻ. അപ്പൊ ഇത്രയും രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ള 11 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പഠിക്കുന്ന ഇത്രയും രാജ്യങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതിൽ നമുക്ക് കുഴപ്പമില്ല. ഈ നോക്കുക, സൗദി അറേബ്യ, പിന്നെ ഈജിപ്ത്, പിന്നെ UAE, പിന്നെ എത്യോപ്യ, പിന്നെ ഇന്തോനേഷ്യ, ഇറാൻ. ഇതാണ് ബാക്കി വരുന്ന രാജ്യങ്ങൾ. 5 രാജ്യങ്ങൾ: സൗദി അറേബ്യ, ഈജിപ്ത്, UAE, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ. സൗദി അറേബ്യ, ഈജിപ്ത്, UAE, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ എന്നിവയാണ് ആ രാജ്യങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് സൗദി അറേബ്യ, ഈജിപ്ത്, UAE, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ. സൗദി അറേബ്യ, ഈജിപ്ത്, UAE, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ എന്നിവയാണ് ഉത്തരം. അപ്പൊ ഇത്രയും രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്ത്, UAE, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ. ഇപ്പൊ നമ്മള് G7 ഉച്ചകോടി എവിടാന്ന് പഠിച്ചു? കാനഡയിലാണ്. ബ്രിക്സ് എവിടാന്ന് പഠിച്ചു? 2025 ബ്രസീലിലാണ്. അതേപോലെ ഇനി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നാറ്റോ. നാറ്റോയുടെ ഉച്ചകോടി നടന്ന എവിടാന്ന് ചോദിക്കും. 2025 നാറ്റോയുടെ ഉച്ചകോടി നടന്നത് നെതർലാൻഡ്സിലെ ഹേഗിൽ വെച്ചിട്ടാണ്. നാറ്റോയുടെ ഉച്ചകോടി നടന്നത്. അവിടെ നെതർലാൻഡ്സിലെ ഹേഗിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 2026 ആർട്ടിഫിഷ്യൽ ഉച്ചകോടി നടക്കാൻ പോകുന്ന എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 2026 AI ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ്. ഈ വർഷം എവിടെയായിരുന്നു? ഫ്രാൻസിലായിരുന്നു. അതിൽ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുത്തു എന്നൊക്കെ നമ്മൾ വാർത്തയിൽ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അടുത്ത തവണ നടക്കാൻ പോവാണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 2025 വാർഷിക സമ്മേളനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ തന്നെയാണ് അതിന്റെ ആസ്ഥാനം. അപ്പൊ അവിടെ വെച്ചിട്ടാണ് അത് നടക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ വാർഷിക സമ്മേളനം 2025 നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ടാണ്. നാറ്റോയുടെ നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേഗിൽ വെച്ചിട്ടാണ്. നാറ്റോയുടെ സമ്മേളനം നടക്കുന്ന നെതർലാൻഡ്സിലെ ഹേഗിൽ വെച്ചിട്ടാണ്. ഇത്തരം കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കാം. നമ്മുടെ 2025 നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അത് 2025 ഇത് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. എവിടെ വെച്ചിട്ടാണ്? ന്യൂഡൽഹി. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഈ അടുത്ത് നിയമിച്ച ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കങ്കണ റണൌട്ടിനെയാണ്. ആരെയാണ്? കങ്കണ റണൌട്ടിനെയാണെന്ന് കാര്യം ഓർക്കുക. അപ്പൊ കങ്കണ റണൌട്ടാണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കാം. പിന്നെ ഈ പറയുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ വിരാജ് എന്ന ആനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് പേര്? വിരാജ് ആണ്. പേര് ഓർക്കുക, വിരാജ് ആണ്. ഇതൊരു ആനയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. വിരാജ് എന്ന ആനയാണ്. അപ്പൊ ഇതും കൂടെ ഓർക്കണം. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്നു. കങ്കണ റണൌട്ടാണ് അതിന്റെ അംബാസിഡർ ആയിട്ട് വരുന്നത്. ഇതിന്റെ ഒരു ചിഹ്നമുണ്ട്. ആ ചിഹ്നം ഒരു ആനയുടെ ചിഹ്നമാണ്. അതിന് കൊടുത്തിരിക്കുന്ന പേര് വിരാജ് എന്നാണ്. വിരാജ് എന്ന ഒരു ആനയാണ് അവിടെ ചിഹ്നമായിട്ട് എടുത്തിരിക്കുന്നത്. വിരാജ്. ഇനി അടുത്തത് ഉസ്ബെക് ചെസ് കപ്പ്, അതായത് ഉസ്ബെക് ചെസ് കപ്പ് മാസ്റ്റേഴ്സ് കിരീടം നേടിയതായിരുന്നു ചോദിക്കാം. നോക്കുക, ഉസ്ബെക് ചെസ് കപ്പ് മാസ്റ്റേഴ്സ്, ചെസ് കപ്പ്
മാസ്റ്റേഴ്സ് കിരീടം നേടിയത് നമ്മുടെ പ്രജ്ഞാനന്ദ കേട്ടോ. ആരാണ്? പ്രജ്ഞാനന്ദയാണ്. അപ്പൊ ഇദ്ദേഹം ഈ ഒരു കിരീടം നേടിയതോടുകൂടി ആ ഒരു റാങ്കിങ്ങിൽ 4ാമത് വരികയാണ്. ലോകത്ത് 4ാമത് വരികയാണ്, ഇന്ത്യയിൽ 1ാമത് വരികയാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ അടുത്തത് ചോദിക്കാവുന്ന ചോദ്യമാണ്, ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിൽ ടെസ്റ്റ്, ODI, T20 ഈ 3 ഫോർമാറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ ആരെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്മൃതി മന്ദാനയാണ്. ആരാണ്? സ്മൃതി മന്ദാനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സ്മൃതി മന്ദാന എന്ന പേര് ഓർത്തിരിക്കുക. സ്മൃതി മന്ദാന എന്ന പേര് ഓർത്തിരിക്കണം, ചോദിക്കും. 3 ഫോർമാറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? സ്മൃതി മന്ദാനയാണ്. ഈ അടുത്ത് പുരുഷ ജാവലിൻ ത്രോയിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം ആരെന്നായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, ഉത്തരം എന്തായിരിക്കും? നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടതാണ് നീരജ് ചോപ്ര. 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ മാസത്തിലെ കണക്ക് പ്രകാരം, ജൂലൈ മാസത്തിലെ ആ ഒരു കണക്ക് പ്രകാരം, ജൂലൈ ജൂൺ ആ മാസത്തിലെ കണക്ക് പ്രകാരം 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ കിരീടം നേടിയതാരാ? ആയുഷ് ഷെഡ്ഡിയാണ്. ഇന്ത്യയുടെ ആയുഷ് ഷെഡ്ഡി എന്ന പേര് ഓർത്തിരിക്കുക. ആയുഷ് ഷെഡ്ഡി എന്ന പേര് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആയുഷ് ഷെഡ്ഡി എന്ന പേര് ഓർത്തിരിക്കുക. US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ കിരീടം, US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ കിരീടം ആയുഷ് ഷെഡ്ഡി എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. ഇന്ത്യക്കാരനാണ്. അപ്പൊ ഇന്ത്യയുടെ ആയുഷ് ഷെഡ്ഡിക്ക് US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ കിരീടം ലഭിച്ചു. അപ്പൊ ഈ അടുത്ത് US ഓപ്പൺ 300 ബാഡ്മിന്റൺ കിരീടം നേടിയതാര്? ഉത്തരം ആയുഷ് ഷെഡ്ഡി. ഇനി നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ, AI ഉണ്ടല്ലോ, AI അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫുട്ബോൾ മത്സരം നടത്തി ലോകത്ത് ആദ്യമായിട്ട്. എന്താണ്? നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ഒരു ഫുട്ബോൾ മത്സരം ലോകത്ത് ആദ്യമായിട്ട് നടത്തി. എവിടെയാണ്? നമ്മുടെ ചൈന തന്നെയാണ്. ചൈനയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മുടെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന, അത് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശുഭ്മാൻ ഗില്ലാണ്. എന്താണ് പേര്? ശുഭ്മാൻ ഗിൽ എന്നാണ്. ശുഭ്മാൻ ഗിൽ എന്നാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പേര്. അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇംഗ്ലണ്ടാണ്. ഇവിടെ ഉത്തരം ഇംഗ്ലണ്ടാണ്. നമ്മളിപ്പോൾ പറഞ്ഞു ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ടെസ്റ്റ് മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ എന്ന് പറഞ്ഞല്ലോ. ഇതേ വ്യക്തി തന്നെ ഇന്ത്യക്കായിട്ട് ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരം കൂടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യക്കായിട്ട് ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് 430 റൺസ് ഇദ്ദേഹം 2 ഇന്നിംഗ്സിലായിട്ട് അടിച്ചുണ്ടാക്കി. അപ്പൊ ഈ 430 റൺസ് എടുത്തപ്പോൾ അയാളൊരു റെക്കോർഡ് എന്താണ് അവിടെ നേടുകയാണ്. ഇന്ത്യക്കായിട്ട് ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായിട്ട് ആര് മാറി? ശുഭ്മാൻ ഗില്ല് മാറി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു, ഈ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ദിവസം കൂടി ഉണ്ട്, മറ്റന്നാൾ നമ്മുടെ പരീക്ഷയാണ്. അപ്പോൾ നാളെയും കൂടെ റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. അതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. അപ്പോൾ നല്ലോണം പഠിക്കാം, നല്ല രീതിയിൽ റിവൈസ് ചെയ്യാം, ആത്മാർത്ഥമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. അതോടൊപ്പം തന്നെ നെഗറ്റീവ് ഒക്കെ പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ജില്ലാ ബേസ് ആണ്, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പോയിട്ട് പരീക്ഷ എഴുതുക. പിന്നെ എന്താ പറയാനുള്ളത്, കിട്ടും എന്ന വിശ്വാസത്തിൽ തന്നെ പോവുക. കിട്ടും, പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.